നമസ്കാരം. 2024 വർഷത്തിൽ മാത്രം നമ്മുടെ കേരളത്തിൽ നടന്നത് 10 കുടുംബ ആത്മഹത്യകളാണ്. ഈ 10 ആത്മഹത്യകളായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് 10 എണ്ണം. ഈ 10 ആത്മഹത്യകളായിട്ട് 40ഓളം പേരാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായത്. ഒരു വീട് മാത്രം ബാക്കിയാക്കി ഇന്നലകളിൽ സഹകരിച്ചുകൊണ്ടിരുന്ന ആളുകളെ പെട്ടെന്ന് അവരിൽ നിന്നും അപ്രത്യക്ഷമായി മറഞ്ഞുപോയ ആളുകൾ. ഈ ആത്മഹത്യ ചെയ്തതിൽ 99% കുടുംബങ്ങളും ഇടത്തരക്കാരായിരുന്നു, മധ്യവർഗത്തിൽപ്പെട്ടവരായിരുന്നു. നമുക്കറിയാം, ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ദാരിദ്ര്യമുള്ളവർ, ഇടത്തരക്കാർ, സമ്പന്നർ എന്നിങ്ങനെ നമ്മുടെ സമൂഹം വിഭജിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ കൂടുതലും ഇടത്തരക്കാരും സമ്പന്നരുമാണ്, ദാരിദ്ര്യമുള്ള ആളുകൾ കുറവാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല, ജീവിതത്തിൽ നമ്മളെല്ലാം നേടിയിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ, അല്ലെ സമൂഹത്തിൽ ആ ഒരു സന്ദേശം എത്തിക്കാൻ നമ്മൾ തേടുന്ന കുറുക്ക് വഴികളാണ് ഈ ജീവിതങ്ങൾ പലരെയും മാറ്റിമറിച്ചത്. ലോണുകൾ ബാധ്യതയായി മാറിയപ്പോൾ സാമ്പത്തികം സമാഹരിക്കാനുള്ള കുറുക്ക് വഴികളായി നമ്മൾ ലോണിനെ ആശ്രയിച്ചപ്പോൾ, ലോണെടുത്ത് നമ്മൾ നേടിയ വസ്തുക്കളും സ്വർണ്ണ ആഭരണങ്ങളും വീടും ഒരു സുപ്രഭാതത്തിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ അത് ഈട് വെച്ചവർ അതിനു വേണ്ടിയിട്ട് നോട്ടീസ് തരുന്നു. അധികാരികൾ നമ്മുടെ ആസ്തികളെ തിരിച്ചെടുക്കാനായി നമ്മളിലേക്ക് എത്തുന്ന ഒരു സമയം, നമ്മുടെ ജീവിതം അവർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. വളരെ ഒരു വേദനിപ്പിക്കുന്ന അവസ്ഥാവിശേഷമാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലാണ്, അല്ലെ ജീവിക്കാനുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായി നടത്തുന്ന ഇത്തരം കുറുക്കുവഴികൾ, ഇത്തരം ലോൺ എടുക്കപ്പെടലുകൾ, അത് മലയാളികളെ വലിയ ആപത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. 40ഓളം പേർ ഒരു സുപ്രഭാതത്തിൽ നമ്മിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ കൃത്രിമമായ മാർഗങ്ങളിൽ, അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിലുകളിൽ, അല്ലെങ്കിൽ ഒരു കടം വാങ്ങലുകളിൽ, ഇപ്പോൾ ആരും സമൂഹത്തിൽ കടം വാങ്ങലുകളില്ല, ലോണാണ് എല്ലാവർക്കും. ബന്ധങ്ങൾ കുറയുമ്പോൾ, സഹകരണങ്ങൾ കുറയുമ്പോൾ, വ്യക്തിബന്ധങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ കടം കൊടുക്കലുകളും വാങ്ങലുകളുമില്ല, എല്ലാം ലോണുകളാണ്. നിയമപരമായിട്ട് ഈ ലോണുകൾ നമ്മളെ തിരിഞ്ഞു കൊത്തുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കാനായി ഈ 40 പേർ നമ്മളിൽ നിന്ന് ഒരു വർഷം അകന്നു പോയി എന്നൊരു വസ്തുത സന്ദർഭവശാൽ ഞാനിന്ന് നമ്മുടെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.